കൂട്ടുകാരെ, കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം അമ്മയെ കണ്ട സന്തോഷത്തിലാണ് ആദിക്കുട്ടൻ. ഞങ്ങൾ രാവിലത്തെ വലത്ത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ പുതിയ ഫ്രണ്ട്സുമായിട്ട് കളിക്കുകയാണ്. നല്ല രസമാണ്. പാട്ടും ഡാൻസും കഥ പറച്ചിലും ഓടിപ്പിടുത്തവും. ധുവ കഥ പറയാണ്, പ്രേതത്തിന്റെ കഥയാണെന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ആദിക്കുട്ടന്റെ വക ഒരു പാട്ട്. ആദിക്കുട്ടനും കാശിക്കുട്ടനും ദർശനയും പൊന്നും ഒക്കെ പാട്ടും ഡാൻസും ഒക്കെ ചെയ്തു. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പിടിച്ചു, പട്ടിച്ചേട്ടൻ പുറത്ത് മണമില്ല മധുരില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ഇതാണ് ദർശനയുടെ മാല തന്നെ ഋതികക്കും ഉണ്ടെന്നാണ് പറയുന്നത്. അർത്തിങ്കപ്പള്ളിയിൽ പെരുന്നാളിന് 50 രൂപക്ക് കിട്ടിയ മാലയാണ് എല്ലാവരുടെയും കഴുത്തിൽ. പെട്ടെന്ന് തന്നെ പുതിയ കൂട്ടുകാരായിട്ടൊക്കെ കൂട്ടായി ഞങ്ങൾ അവരുമായിട്ടൊക്കെ കളിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും പോകും. 5 മണിയിലത്തെ വലത്തും കഴിഞ്ഞ് രാത്രിയിലത്തെ 7 മണിയിലെ വലത്തും കഴിഞ്ഞാണ് എല്ലാവരും തിരിച്ചു വരുന്നത്. അവരൊക്കെ നേരത്തെ പോയി. എല്ലാവരും പോയി കഴിഞ്ഞ് ആദിക്കുട്ടൻ എഴുന്നേക്കാൻ താമസിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അങ്ങനെ പിന്നെ 5 മണിയിലെ വലത്ത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പം ദീപാരാധനയൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ കണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള മഞ്ജു ആൻറ്റിയും ആ ചേട്ടനും കൂടി വന്ന് അവരോട് സംസാരിച്ചൊക്കെ അങ്ങനെ നിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരുന്ന് കളിച്ച സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദിക്കുട്ടൻ്റെ ടീച്ചർ വന്നു. ടീച്ചറും ടീച്ചറിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ ആദിക്കുട്ടൻ ഓടിച്ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അവൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ അവൻ മണ്ണിക്കളിയായിരുന്നു. ടീച്ചർ റൂമിലേക്കൊന്നും വന്നില്ല. വേഗം തന്നെ ടീച്ചറിന് വേറെ ചിക്കര കുട്ടികളെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ചു പോരാൻ നേരത്തെ ആദിക്കുട്ടന് ഒരു ബാറ്റും ബോളും മേടിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും കിറ്റൻ സെറ്റും മേടിച്ച്. അത് മേടിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോരാൻ പോയ സമയത്ത് ഋതികേനെയും ഫാമിലീനെയും കണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ. കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം.